റാഷി ആരെങ്കിലും ഒന്ന് ഫാത്തി ഓത് ആരെങ്കിലും റാഷി തോന്നുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ആളുകളൊന്നും കാണാനല്ലോ. ഒരു കോൾ അടിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك. ഹദീസാണ്, ആറാമത്തെ ക്ലാസ്സാണ് ഹദീസിൻ്റെ. 16, 17, 18 ഹദീസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അൽ ഹദീസു സാദിസ അശറ, 16ാമത്തെ ഹദീസ്. അന്നഹിയു അനിൽ ഗളബി, ദേഷ്യം പിടിക്കുന്നതിനെ വിരോധിക്കുന്ന ഹദീസാണ്. ദേഷ്യം പിടിക്കുന്ന സംഭവത്തെ വിരോധിക്കുന്ന ഹദീസ്. ആദ്യം നമുക്ക് ഹദീസ് പറയാം, 3 ഹദീസുകളൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്കഷൻ ചെയ്യാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ, ഒരാൾ, ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഔസിനി, നബിയെ എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണം, എനിക്ക് നിങ്ങളൊരു ഉപദേശം നൽകണം, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നോട് വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. ഫറദ്ദദ മിറാറൻ, അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം നൽകണം. ഖാല, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. ദേഷ്യത്തെക്കുറിച്ച്, ദേഷ്യം പിടിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന, അതിനെ വിരോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും, ക്ലിയർ അല്ലേ? ഹദീസുകൾ മൊത്തത്തിലൊന്ന് പറയാൻ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ഹദീസ്, 17ാമത്തെ ഹദീസ്. ഉമൂമുൽ ഇഹ്സാനി, ഗുണകാംക്ഷ വ്യാപിപ്പിക്കൽ, ഗുണം ചെയ്യൽ, വ്യാപിപ്പിക്കൽ, എല്ലാവരോടും ഗുണം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസാണ്.
عن أبي يعلى شداد بن أوس رضي الله عنه عن رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറഞ്ഞു, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല കതബൽ ഇഹ്സാന ഗുണം ചെയ്യൽ നിർബന്ധമാക്കിയിരിക്കുന്നു, അലാ കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളുടെ മേലും, എല്ലാ വസ്തുക്കളുടെ മേലും ഗുണം ചെയ്യൽ, നന്മ പ്രവർത്തിക്കൽ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഇദാ ഖതൽതും ഇനി നിങ്ങൾ കൊല നടത്തുകയാണെങ്കിൽ, ഒരാളെ മതപരമായി കൊല ചെയ്യേണ്ടി വരികയാണ്. ഓക്കെ അല്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? ആ, അപ്പൊ നിങ്ങൾക്ക് ഒരാളെ കൊല്ലേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അറുക്കേണ്ടി വരികയാണ്, അങ്ങനെയൊക്കെ ചെയ്യാലോ. ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷ നടപ്പാക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫഅഹ്സിനു നിങ്ങൾ മികപ്പിക്കണം, നല്ല നിലക്ക് ചെയ്യണം, അൽ ഖിത്ലത ആ കൊല നടത്തുന്നതിനെ. അപ്പോ ആ ജീവിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ കൊലപാതകം പോലും ചെയ്യരുത്. വൈദാ ദബഹ്തും ഇനി നിങ്ങൾ അറുക്കുകയാണെങ്കിൽ, ഒന്നുകൂടി വിശദീകരിക്കാൻ വിധങ്ങൾ, ഫഅഹ്സിനു ദിബ്ഹത അറവ് നടക്കുന്ന രീതിയെയും നിങ്ങൾ മികപ്പിച്ച് ചെയ്യണം, മികവുറ്റതാക്കണം. അറുക്കുകയാണെങ്കിലും അതിൻ്റെതായ ഒരു മര്യാദയോടുകൂടെ ചെയ്യണം. വൽ യുഹിദ്ദ അഹദുക്കും നിങ്ങളിൽ ഒരാൾ മൂർച്ച കൂട്ടട്ടെ, ശഫ്രതഹു ആ അറുക്കുന്നതിൻ്റെ ഭാഗം, കത്തിയുടെ ആ തെല്ല് അവൻ മൂർച്ച കൂട്ടട്ടെ. എന്നിട്ട് വൽ യുരിഹ് അവൻ സമാധാനം നൽകട്ടെ, ദബീഹത്തഹു ആ അറുക്കുന്ന ജീവിക്ക്, പെട്ടെന്ന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യട്ടെ, പെട്ടെന്ന് തന്നെ അതിന് ജീവൻ പോകുന്ന രൂപത്തിലേക്കുള്ള അറിവിലേക്ക് എത്തട്ടെ. മൂർച്ചല്ലാത്ത കത്തി കൊണ്ട് അതിനറുത്ത് പ്രയാസപ്പെടുത്തുന്ന ഒരു രൂപം ഉണ്ടാവാൻ പാടില്ല. രക്തം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകാതെ അത് പടഞ്ഞ് അത് മരണം മരിക്കുന്നില്ല, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാത്ത ഒരു രൂപത്തിൽ അതിനെ പ്രയാസപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ എല്ലാ കാര്യങ്ങളുടെ മേലും നമ്മൾ ഗുണം ചെയ്യണം, നന്മ പ്രവർത്തിക്കണം. അതിന് വേദന പെട്ടെന്ന് അറുക്കുന്ന സമയത്ത് വേദന ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. വേദന ഉണ്ടാവില്ല എന്നല്ല, അതിൻ്റെതായ അതിനൊരു സമാധാനം കൊടുക്കുക. അറുക്കുമ്പോഴും കൂടി അതിനൊരു ഒരു സാവകാശവും അതിന് പെടയാനും. ഈ മൃഗത്തെ അറുക്കുന്ന സമയത്ത് വേഗം എന്ത് ചെയ്യണം, അതിൻ്റെ കെട്ടുകളും ഒക്കെ അഴിച്ചു കൊടുക്കണം, അതിന് സ്വതന്ത്രമായി പെടയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്, പ്രയാസപ്പെടുത്തരുതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അറുക്കാതിരുന്നാൽ പോരെ അല്ലേ?
അറുക്കലും അതിനെ പ്രയാസപ്പെടുത്തൽ തന്നെയാണ്, അറുക്കാതിരിക്കലും അതിനെ പ്രയാസപ്പെടുത്തലാണ്. എങ്ങനെ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു പ്രത്യേക നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ചില മാട് പ്രസവിക്കുകയുമില്ല. അതുകൊണ്ടൊരു ഉപകാരം, മാംസമല്ലാത്ത മറ്റൊരു ഉപകാരം ആർക്കും കിട്ടൂല, മുതലാളിക്ക് കിട്ടൂല. അത് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ മറ്റു പല സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെ നോക്കാൻ ആളില്ലാതെയാവും. എന്തെങ്കിലും ഗുണം കിട്ടുന്ന സമയത്തല്ലേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിനോട് കാണിക്കുന്ന ഒരു കാരുണ്യാണത്. യെസ്, ക്ലിയർ അല്ലേ? ഹദീസ് ക്ലിയർ അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ 18-ാമത്തെ ഹദീസ്. തഖ്വല്ലാഹി തആല, അല്ലാഹുവിനിക്ക് നിങ്ങൾ തഖ്വ ചെയ്യുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം കാണിക്കുക, നല്ല സ്വഭാവം പാലിക്കുക. നോക്കാം, അതിനെ കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത്. അൻ അബീ ദർരിൻ ജുൻദുബ് ഇബ്നു ജുനാദത വ അബി അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആണ് ഈ ഹദീസ്. രണ്ട് സ്വഹാബി ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയായാലും, നിങ്ങൾ ഏത് ഭാഗത്തായാലും ഏത് സ്ഥലത്തായാലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. വ അത്ബിഇ സയ്യിഅത, വല്ല ദോഷവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തിനോട് നിങ്ങൾ തുടർത്തണം. വ അത്ബിഇ, നിങ്ങൾ തുടർത്തണം. അസ്സയ്യിഅത, അസ്സയ്യിഅത, ദോഷത്തിനോട് നിങ്ങൾ തുടർത്തണം. അൽ ഹസനത്ത, നന്മയെ തുടർത്തണം. അപ്പൊ എന്തെങ്കിലും ദോഷം സംഭവിച്ച്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ, സ്വാഭാവികമായിട്ടും ചില ദോഷങ്ങളൊക്കെ കുറവുകളൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ അതിനെ കവച്ചു വെക്കുന്ന ഒരു നന്മ നിങ്ങൾ തുടർത്തുക. എന്നാൽ തംഹു, ആ നന്മ മായ്ച്ചുകളയും, ഹാ, ആ തിന്മയെ, ആ ദോഷത്തിനെ. അപ്പോൾ ഒരു കുറ്റം, ഒരു കുറവ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നന്മ, ഒരു മികവ് നിങ്ങൾ പ്രവർത്തിക്കുക. ആ ഗുണം, ആ നന്മ നിങ്ങളുടെ ദോഷങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. വഖാലിഖിന്നാസ, നിങ്ങൾ ജനങ്ങളോട് പെരുമാറുക. ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക. നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുക, നല്ല സ്വഭാവമാണ്, സൽസ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റവാഹു തിർമുദിയു വഖാല ഹദീസുൻ ഹസനുൻ വഫീ ബഅദി നുസഖി ഹദീസുൻ സ്വഹീഹുൻ. ഇത് ഹസനായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ് എന്ന് ചില റിപ്പോർട്ടിൽ കാണാം. തുർമിദി ഇമാമിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലിയാണത്. സ്വഹീഹായ ഹദീസ്, ഹസനായ ഹദീസ് എന്നിങ്ങനെ എന്ത് ചെയ്യും, ഇത് പറയും. ഓക്കെ, അപ്പോൾ 3 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം പറയാം. ഈ 3 ഹദീസുകളാണ് നമ്മളന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് ദേഷ്യം പിടിക്കരുത് എന്നാണ്. ദേഷ്യം പിടിക്കും അല്ലേ? എന്തായിരിക്കും നബി തങ്ങൾ അത് പറയാൻ കാരണം, നിങ്ങളുടെ അഭിപ്രായത്തിൽ? റാഷിദ?
ആ എന്താ പറയാ നമ്മളെ കൺട്രോൾ കിട്ടാണ്ടായിട്ട് നമ്മൾ തെറ്റുകൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെ പറയാൻ ആ അതുകൊണ്ടായിരിക്കും. ഉം. അതെ 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 ഒന്നത് അല്ലേ, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രവർത്തിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പിടുത്തം കിട്ടൂല. ഈ ഹദീസിന് രണ്ട് സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരോടും ഉള്ള ഒരു ഉപദേശമായിട്ട് ദേഷ്യം ആരും പിടിക്കരുത്. മറ്റൊന്ന് ഒരു സാധ്യത പറയുന്നത്, ഇദ്ദേഹം ഒരു ദേഷ്യമുള്ള ആളായിരുന്നു, കുറച്ച് ദേഷ്യം ചൂടുള്ള ആളാണ്. അപ്പോൾ ആ ചൂടുള്ള ആളോട് പറഞ്ഞ് നിങ്ങൾ എന്താ വരുത്, ദേഷ്യം പിടിക്കരുത് എന്ന്. ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനങ്ങളിൽ പറയാം നമുക്ക്. നബി തങ്ങളോട് അബൂദർദാ റളിയല്ലാഹു അൻഹു, ഈ അന്ന റജുലൻ എന്ന് പറഞ്ഞല്ലോ, ഒരാൾ വന്ന് ഉപദേശം ചോദിച്ചു. ആ ഒരാൾ വന്ന് ഉപദേശം ചോദിച്ചത് അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ് എന്ന് വ്യാഖ്യാനത്തിൽ കാണാം. അദ്ദേഹം വന്ന് നബി തങ്ങളോട് ചോദിച്ചു, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമലിനെ നബിയെ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനെ വിളിച്ചിട്ട്. ഒരു മിനിറ്റ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ദേഷ്യം പിടിക്കും. ഓക്കെ, അപ്പോ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തന നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പൊ പറഞ്ഞേ, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്, വലക്കൽ ജന്നത്തു, നിനക്ക് സ്വർഗമുണ്ട്. മറ്റൊരാൾ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം നൽകണം, എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു ഉപദേശം, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരണം. എനിക്ക് പറ്റാവുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പോഴും പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ദേഷ്യം പിടിക്കരുത്. അപ്പൊ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം സ്വഭാവമാണ്. നല്ല സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കണം. ദേഷ്യം പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ, റാഷിദ് പറഞ്ഞതുപോലെ, എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് പറയാൻ കഴിയില്ല. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിന്റെ ദേശത്തിനെ തൊട്ട്, അള്ളാഹു എന്നോട് കോപിക്കുന്നതിനെ തൊട്ട് എന്നെ വിദൂരത്താക്കുന്ന കാര്യം എന്താണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ ദേഷ്യം പിടിക്കരുത്, നീ ദേഷ്യം പെടരുത്. അപ്പൊ നീ ദേഷ്യം പിടിച്ചാൽ അള്ളാഹു ദേഷ്യം പിടിക്കും. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗളബു മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ അപകടങ്ങളുടെയും എല്ലാ തെറ്റുകളുടെയും താക്കോലാണ് ദേഷ്യം. ഒരാൾ വന്നിട്ട് മുബാറക്ക് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയണം പറഞ്ഞു.
സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദേഷ്യമില്ലാതിരിക്കലാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ദേഷ്യമില്ലാതിരിക്കലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാമിനോടും ഒരാൾ ചോദിച്ചു, ഒരു ഉപദേശം ചോദിച്ചു. ഈ മൊത്തം സുലൈമാൻ നബിനോട് എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ പറഞ്ഞു, സുലൈമാൻ നബി ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്, എനിക്കൊരു ഉപദേശം വേണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞേ, ലാഖദിറു, എനിക്ക് സാധിക്കൂല. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, നീ ദേഷ്യപ്പെട്ടാല് എൻ്റെ കയ്യിനെയും നാവിനെയും പിടിച്ചു വെക്കുക. കയ്യിനെ നാവിനെയും പിടിച്ചേക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഒന്നും പറയാതിരിക്കുക, കൈ കൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. ഈസാ നബി അലൈഹി സ്വലാമിനോട് യഹിയ നബി അലൈഹി സ്വലാം ചോദിച്ച്, എനിക്കൊരു ഉപദേശം വേണം. അപ്പോഴും പറഞ്ഞു ദേഷ്യപ്പെടരുത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു രാജാവിന്റെ ഒരു ചരിത്രം പറയേണ്ടതില്ലേ? അതിന്റെ മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, കേൾക്കുന്നില്ല? എൻ്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉമറെ, നീ ഞങ്ങൾക്കൊന്നും തരുന്നില്ലല്ലോ, നീതി കാണിക്കുന്നില്ലല്ലോ. ആരോടാ ചോദിക്കണേ? ആരോടാ പറയുന്നു? ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നു, നീതി കാണിക്കുന്നില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് സ്ട്രോങ് ആണല്ലോ. അപ്പോ അള്ളാന്റെ മുഖം ചുവന്നു ദേഷ്യം കൊണ്ട്. അപ്പൊ ഉമർ അള്ളഹാനോട് പറഞ്ഞു, ഒരു പണ്ഡിതന്മാരുണ്ടാവില്ലോ, കൊട്ടാര പണ്ഡിതന്മാരുണ്ടാവും. അള്ളാന്റെ സഭയിൽ ഇൽമുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. വയസ്സല്ല, അറിവാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ വളരെ ചെറുപ്രായം മുതലുള്ള ആലിമീങ്ങളായ ഒരുപാട് സ്വഹാബത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനോട്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിൻ്റെ വാക്ക്, ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യണം, വഅ്മുർ ബിൽ ഉർഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കണം, വഅഅ്റിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, തിരിഞ്ഞു കളയണം, വഹാദാ മിനൽ ജാഹിലീൻ, ഇവൻ ജാഹിലാണ് എന്നും പറഞ്ഞു. അങ്ങനെ ആ ദേശത്തിന്റെ തീ കെട്ടുപോയി. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ദേഷ്യം വന്നാൽ നമ്മളെങ്ങനെ സഹിക്കുക? അതിനെങ്ങനെ പ്രതിരോധിക്കും? അത് നമ്മൾ പഠിക്കണല്ലോ. ഒന്നാമത്തത് ദേഷ്യം അടക്കി പിടിക്കുക. അതന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുക. വൽ കാളിമീനൽ ഗൈള, ഈറ എന്ന് പറയുമല്ലോ നമ്മൾ, ഈറ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഈറനെ അടക്കി വെക്കുക. മനസ്സിന് താല്പര്യമൊന്നും ഉണ്ടാവില്ല, അടക്കി പിടിച്ചു വെക്കുക. ഹദീസിൽ കാണാം, നിങ്ങളിൽ ഏറ്റവും ശക്തവാൻ ദേഷ്യം വരുന്ന സമയത്ത് അവന്റെ ശരീരത്തെ അടക്കി നിർത്തിയവനാണ്. അവർക്കതിന് ചെയ്യാൻ കഴിയും. ദേഷ്യം വന്നാൽ ദേഷ്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ കഴിയും. എന്നിട്ടും അത് ചെയ്യാതെ ഇരുന്നു. അങ്ങനത്തോനാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാട്ടോ, ഒരാൾ ദേഷ്യം അടക്കി വെച്ചാൽ അവൻ ആ ദേഷ്യത്തിന്റെ പ്രത്യാഘാതം എടുക്കാൻ കഴിയും.
മറ്റവനെ പിടിച്ചടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനൊക്കെ കഴിയും. എന്നിട്ടും അടക്കി പിടിച്ചു ദേഷ്യം. എന്നാൽ നാളെ പരലോകത്തു വെച്ച് അവനെ സൃഷ്ടികൾക്കിടയിൽ വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട ഹൂർലീങ്ങളെ തെരഞ്ഞെടുക്കാം എന്ന് പറയും. ഹൂർലീങ്ങളെ തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്ക് പോകാം. അപ്പൊ ദേഷ്യം നമ്മൾ അടക്കി പിടിക്കുന്നത് നമുക്കത് സ്വർഗത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു കാരണമാണ്. അപ്പൊ ഒന്നാമത്തെ മാർഗം അത് അടക്കി വെക്കുക എന്നുള്ളത് തന്നെ. നമ്മളെല്ലാവരും ശക്തവാൻ എന്ന് മനസ്സിലാക്കിയത് സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങളൊക്കെ ശക്തവാൻ എന്ന് മനസ്സിലാക്കിയത് ഇടിച്ച് മറ്റുള്ളവനെ പരിക്കേൽപ്പിക്കുന്ന, തോൽപ്പിക്കാൻ കഴിയുന്ന, മറ്റൊരാളെ പന്തയത്തിൽ അടിമത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ആളായിട്ടല്ലേ? എന്നാൽ അവനല്ല ശക്തവാൻ, അവനല്ല ബലവാൻ. ദേഷ്യം വരുന്ന സമയത്ത് അവൻ്റെ ശരീരത്തെ അടക്കി നിർത്തുന്നവൻ. അപ്പോൾ ഒന്നാമത്തെ മാർഗം, നമ്മൾ ദേഷ്യം വരുമ്പോൾ അടങ്ങി നിൽക്കുക. അതാണ് അതിനുള്ള കാരണമാണ് എന്തു പറഞ്ഞത്, ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞത്. മറ്റൊരു കാരണം, അള്ളാഹുവിനെ പേടിണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അള്ളാഹുവിനെ പേടിക്കണം എന്നുള്ള ഒരു വിചാരം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ എന്താ, അത് ഈ ഒരു രാജാവ് ഒരു പേപ്പറിൽ ഒരു പേജിൽ എഴുതി. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ, കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഒരു രാജാവ് ഒരു പേപ്പറിൽ എഴുതി, എന്നിട്ട് മന്ത്രിയുടെ കൈ കൊടുത്ത്, ഇർഹം മൻ ഫിൽ അർദ് യർഹംക മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നീ കാരുണ്യം കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ള സുൽത്താനിക്ക് നരകം കിട്ടും ആകാശത്തുള്ള സുൽത്താനിൽ നിന്ന് ദേഷ്യം പിടിച്ചാൽ. ആകാശത്തെ ഭരണാധികാരി ഭൂമിയിലെ ഭരണാധികാരിക്ക് നാശം വരുത്തും. എന്നിട്ട് പറഞ്ഞു, എന്നെ നീ ആലോചിക്ക്, നിനക്ക് ദേഷ്യം വരുമ്പോ എഴുതി കൊടുക്കട്ടോ. അതായത് എന്നെ ആലോചിക്ക്, അള്ളാഹുവിനെ ആലോചിക്ക് ദേഷ്യം വരുമ്പോ. എന്നാൽ അള്ളാഹു നമ്മെ ആലോചിക്കും അള്ളാഹുക്ക് ദേഷ്യം വരുമ്പോ. എന്നിട്ട് മന്ത്രി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് തരണം പറഞ്ഞു. ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ മന്ത്രി അത് കൊണ്ടേ കൊടുക്കും. അതാ വായിക്കും, ആ പേജ് വായിക്കും. അപ്പൊ അള്ളാഹുവിന് പേടി ഓർമ്മ വരും. അപ്പൊ ദേഷ്യം അടക്കി വെക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ചിലതൊക്കെ അങ്ങനെ വേണ്ടി വരും. മൂന്നാമത്തെ ഒരു മാർഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം. ദേഷ്യം ശൈത്താനിൽ നിന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും വിദൂരത്താകാൻ വേണ്ടി ശൈത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ശൈത്താന്റെ പരിശ്രമം അതിനായിരിക്കും, നമ്മളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാവൂ, ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹുവിനോട് തേടുക. അപ്പോൾ നമുക്ക് ദേഷ്യം ഇല്ലാതെയാവാൻ കഴിയും. അതിനൊരു സംഭവം ഹദീസിൽ കാണാം. രണ്ട് ആളുകൾ തമ്മിൽ ചീത്ത പറയുകയാണ്. ഒരാളുടെ മുഖം ഇങ്ങനെ ചുമന്നു തുടുക്കുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വാചകം പഠിപ്പിച്ചു തരാം. ആ വാചകം പറഞ്ഞാൽ അവനുള്ള ആ ദേഷ്യമുള്ളത് പോകും എന്ന് പറഞ്ഞു. അപ്പോ അഊദു ബില്ലാഹി, എന്താണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാർഗം അത് കേട്ടോ, മൂന്നാമത്തത്. നാലാമത്തത്, നമ്മുടെ അവസ്ഥ മാറ്റുക.
നിൽക്കുകയാണെങ്കിൽ, നിന്നിട്ടാണ് നമുക്ക് ദേഷ്യം പിടിച്ചത് എങ്കിൽ നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ടാണ് നമുക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കിടക്കുക. അപ്പോൾ നിൽക്കുന്ന സമയത്ത് അടിക്കാനും ചിലപ്പോൾ അതിനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് ഇരുന്നാൽ കുറച്ചൊരു അടക്കൽ വന്നു. ഇരുന്നിട്ട് ഒന്ന് കടന്നാൽ ചിലപ്പോൾ ഒന്നുകൂടി എന്താവും. അതാണത് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഉദു എടുക്കുക, അതുകൊണ്ട് കേട്ടാ, ഉദു എടുക്കുക. അപ്പോൾ ദേഷ്യം കുറയും. തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക, ഒക്കെ ഹദീസ് തന്നെ വന്നിട്ട്. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉദു എടുക്കണം, വെള്ളം കൊണ്ട് ഉദു എടുക്കണം. ദേഷ്യം അത് നരകത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നരകത്തെ നമ്മൾ കെടുത്തേണ്ടത് എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്. തീയിനെ നമ്മൾ കെടുത്തുന്നത് വെള്ളം കൊണ്ടാണ്. അതുപോലെ മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, ദേഷ്യം ശൈത്താനിൽ നിന്നാണ്, ശൈത്താൻ തീയിനാൽ പടക്കപ്പെട്ടതാണ്. അപ്പോൾ തീയിനെ നമുക്ക് കെടുത്താൻ പറ്റുന്നത് വെള്ളം കൊണ്ടാണ്. കുളിക്കട്ടെ, ഉദു എടുക്കട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു ഒരിക്കൽ, മിമ്പറിലായിരുന്നു. അപ്പോൾ മിമ്പറിന് ദേഷ്യം പിടിച്ചപ്പോൾ മിമ്പറിന് ഇറങ്ങി പോയി കുളിച്ചു. പിന്നെ മിമ്പർക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നബിതങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ദേഷ്യം ശൈത്താനിൽ നിന്നാണ്, ശൈത്താൻ തീയിൽ നിന്നാണ്. അപ്പോൾ തീയിനെ വെള്ളം കൊണ്ടാണ് കെടുത്താൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇത് ദേഷ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതാണ് ഒന്നാമത്തെ ഹദീസിൽ. ഇതൊക്കെ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടക്കി വെക്കാൻ പറ്റുന്നതാണ്. ചില ദേഷ്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം പിടിക്കൽ അത് സ്തുതിക്കപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അള്ളാഹുവിനോട് ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ ദീനിയായ വിഷയങ്ങളിൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കേണ്ടി വരും. അത് മഹ്മൂദാണ്, അത് പ്രതിഫലാർഹമാണ്. നബിതങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. നബിതങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ നബിതങ്ങൾക്കുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി തൃപ്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് വേണ്ടി ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. ചില ചോദ്യങ്ങൾ നബിതങ്ങൾക്ക് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഘട്ടത്തിലാണത്. അത് അത്രയാണ് അതിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. ആരൊക്കെ ഉള്ളത്? ആള് കുറവാണല്ലോ. ബഷീർക്ക, ഹഫീസ്, റാഷിദ്, സുബൈർ. പിന്നെ അടുത്ത ഹദീസ് ഗുണം ചെയ്യണം, ജീവികളോടും കാരുണ്യം കാണിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. നന്മ പ്രവർത്തിക്കണം, എല്ലാ വസ്തുക്കളുടെ മേലും നന്മ പ്രവർത്തിക്കണം. കൊല്ലുകയാണെങ്കിൽ വരെ ഒരു ഈ ബലിയർപ്പിക്കുന്നതൊക്കെ ചില സ്ഥലത്തുകൾ കണ്ടിട്ടില്ലേ? മൃഗങ്ങളെ ബലി കൊടുക്കുന്നത്, അതിൻ്റെ ചെവി മുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ മൂക്കിൽ ഓരോന്ന് വെച്ചിട്ടും അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തി. അപ്പോൾ ജാഹിലിയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തലക്ക് വലിയ ഉപകരണം വെച്ച് അടിക്കുക,
വലിയ എന്താ പറയാ, ചുറ്റിക കൊണ്ട് എന്ത് ചെയ്യുക, വലിയ രൂപത്തിൽ അടിച്ച് ജീവൻ കളയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഇവിടെ ജീവികളെ നമുക്ക് അറുക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെതായ ഒരു മാന്യമായ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഫഅഹ്സിനുൽ ഖിത്ലത, ആ കൊല ചെയ്യുന്ന രീതിയെ നിങ്ങൾ എന്ത് ചെയ്യണം, മികവുറ്റ രൂപത്തിലാക്കണം. നല്ല മൂർച്ചയുള്ളതാവണം, പെട്ടെന്നാവണം. അതിനെ പീഡിപ്പിക്കുന്ന രൂപത്തിലാവരുത്. അതിനെ വേദനിപ്പിച്ച് അതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാവരുത്. അറുക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാഹ്, അതിനൊരു റാഹത്ത് നൽകണം. അതിന് ജീവൻ പോകാനും കത്തി പെട്ടെന്ന് എന്ത് ചെയ്യണം, നടത്തിപ്പിക്കണം. വെള്ളം കൊടുക്കണം അതിൻ്റെ മുമ്പ്. കത്തി അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, മൂർച്ച കൂട്ടരുത്. അപ്പോൾ ഒരാടിനെ അറുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ആടിൻ്റെ മുമ്പിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടുന്നത് നബിതങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, അതിനെ 2 വട്ടം നിങ്ങൾ എന്താണോ മരിപ്പിക്കുകയാണോ? അതിനെ 2 പ്രാവശ്യം നിങ്ങൾ മരിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അതിന്റെ മുമ്പിൽ വെച്ച് വേറൊരു ജീവിയെയും അറുക്കരുതെന്ന് ഒക്കെ ഹദീസിൽ ഓരോ സംഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ അത് ഈ ചെവി പിടിച്ചു കൊണ്ടുപോകണം. മൃഗങ്ങളെ ചെവി പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അവന് വിധങ്ങൾ പറഞ്ഞു, അതിനെ അങ്ങനെ ചെവിമ പിടിച്ച് വലിക്കരുത്. ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, കയറൊക്കെ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അത്രയും കാരുണ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ജീവികളോട് കാണിക്കണം. ജീവികളോട് പിന്നെ പ്രത്യേകം പറഞ്ഞാണ്, മനുഷ്യരോട് പിന്നെ അതിന് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരോട് നമ്മളുള്ള ബന്ധം അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി 3-ാമത്തെ ഹദീസ് പറഞ്ഞത്, നമ്മൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം, അള്ളാഹുവിനെ പേടിക്കണം, സൂക്ഷിക്കണം. നാലാമത് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ഈ അബൂദർ റളിയല്ലാഹു അൻഹു. നമ്മൾ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള്. അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായി.
ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു. 37 വയസ്സിലാണ് അദ്ദേഹം വഫാത്താവുന്നത്. രണ്ടും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരാണ്. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, തഖ്വ ചെയ്യണം. എപ്പോഴും എവിടെയാണെങ്കിലും നിങ്ങൾ തഖ്വ ചെയ്യണം. അത് ജനങ്ങൾ കാണുന്നിടത്തായാലും നിങ്ങൾ ആരെയും കാണാത്ത സ്ഥലത്താണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങളുടെ രഹസ്യത്തിലും അതുപോലെ പരസ്യത്തിലും അങ്ങനെ ചെയ്യണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വാക്കാണ്, പക്ഷെ അതിന്റെ മീനിങ് വലിയ വലിയ അർത്ഥങ്ങളാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക, അള്ളാഹുവിന് ദോഷം ചെയ്യാതിരിക്കുക, അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക, അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുക, അള്ളാഹുവിനെ നിഷേധിക്കാതിരിക്കുക, അള്ളാഹുവിനെ കാഫറാക്കാതിരിക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തഖ്വ ചെയ്യുക? നമ്മൾ തഖ്വ ചെയ്യേണ്ടത്, ഒന്ന് ക്ഷമ കൈക്കൊള്ളേണ്ടി വരും ചില സമയത്ത്. മറ്റൊന്ന് നമ്മുടെ അമലുകളൊക്കെ മികച്ച രൂപത്തിലാക്കേണ്ടി വരും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഹദീസ് ആയത്തുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കഴിഞ്ഞുപോയ കാലത്തോ വരാൻ പോകുന്ന സംഗതികളെ ആലോചിച്ചുകൊണ്ടോ ഒരു പേടിയോ ഒരു അസ്വസ്ഥതകളോ ഇല്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ അള്ളാഹുവിനെ വിശ്വസിച്ചവരും തഖ്വ ചെയ്ത് ജീവിക്കുന്നവരുമാണ്. ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും അവർക്ക് സന്തോഷമുണ്ട്, ആഖിറത്തിലും അവർക്ക് സന്തോഷമുണ്ട്. തഖ്വ ചെയ്ത് ജീവിക്കണം. അപ്പം നമുക്ക് അറിയണം, അറിഞ്ഞാലല്ലേ ഇപ്പം അതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് അറിവ് പഠിക്കണം. തഖ്വ ചെയ്ത് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇത് നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ ഇൽമു പഠിക്കണം. അപ്പോൾ ഇൽമു പഠിക്കുക, എന്നിട്ട് ഓരോ വിഷയങ്ങളും പഠിച്ച് ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാലോ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നമ്മെ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് നമ്മൾ നല്ല സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നമുക്ക് അടുക്കാൻ പറ്റും. അള്ളാഹുവിനോട് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. അവൻ നമ്മുടെ കൈ അള്ളാഹു ആകും, കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹദീസുണ്ട്. എല്ലാ വസ്തുക്കളുടെയും പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും, നമ്മുടെ ജുമാ ഖുതുബയിലൊക്കെ നിങ്ങൾക്ക് കാണാലോ, തഖ്വ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ളത് ആ ഖുതുബയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദോഷം സംഭവിക്കാതിരിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് ഒരു പരാതി പറയുന്നുണ്ട്.
ഉസ്താദെ, എനിക്ക് ഹിഫുദ് മനഃപ്പാഠമാകുന്നില്ല, കുറവാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു. എന്തു പറഞ്ഞു? ദോഷങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു ഉസ്താദ് ഷാഫി മാമോട്. ഷാഫി മാം ദോഷം ചെയ്തിട്ടല്ല. അപ്പൊ ആ വിഷയം കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ ദോഷം ചെയ്യുന്നത് ഒഴിവാക്കണം. എന്നിട്ട് പറഞ്ഞു, വഖാലൽ ഇൽമു നൂറുൻ നൂറുല്ലാഹി ഹഖൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. അള്ളാഹുവിൻ്റെ ഇൽമ് അത് നമുക്ക് ഓർമ്മ വരണം. പല സംഗതികളും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണമെങ്കിലും അതിനൊക്കെ അത് നൂറ്, അള്ളാഹുവിൻ്റെ നൂറ് ആകുന്ന ഇൽമ് ദോഷം ചെയ്ത് നടക്കുന്ന ആൾക്ക് കിട്ടൂല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ, നിബിതങ്ങൾ ദഅവത്ത് നടത്തുന്ന സമയത്ത്, മതപ്രബോധനം നടത്തുന്ന സമയത്ത് ഒരുപാട് തെറ്റുകളും ഒരുപാട് കുറവുകളിലും ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. അവരെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മാതൃകായോഗ്യരായ മികച്ച ഒരു ആളുകളിലേക്ക് നിബിതങ്ങൾ വാർത്തെടുത്തു. ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീ നബിതങ്ങളുടെ അടുക്കൽ വന്നു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ശിക്ഷ നടത്തി തരണം. വിവാഹിതരായാൽ, വ്യഭിചാരം ചെയ്ത വിവാഹിതയായ ലൈംഗിക താല്പര്യങ്ങൾ നിറവേറ്റപ്പെടാൻ സൗകര്യങ്ങളുള്ള ഒരു പെണ്ണോ പുരുഷനോ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമം പറയുന്നത്, ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത് അവരെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. അപ്പൊ നബിതങ്ങൾ ഈ സ്ത്രീയോട് പറഞ്ഞു, നീ പ്രസവിച്ച് വാന്ന് പറഞ്ഞു. അങ്ങനെ പ്രസവിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഈ കുട്ടിക്ക് മുല കൊടുത്ത്, ആ രണ്ടു വർഷം കുട്ടിക്ക് പാല് കൊടുക്കണമല്ലോ, പാല് കൊടുത്തിട്ട് വന്നു. 2 വർഷം കൊടുത്തു. കുട്ടിൻ്റെ കയ്യിലൊരു പത്തിരിപ്പൊട്ടുമായിട്ടാണ് വരുന്നത്. നബിതങ്ങൾ കാണിക്കുകയാണ്, നബിയെ, കുട്ടി ഇപ്പോൾ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഈ കുട്ടി ആരാണ് സംരക്ഷിക്കുക? ഒരാളത് ഏറ്റെടുത്തു. അങ്ങനെ ആ സ്ത്രീയെ ശിക്ഷ നടപ്പാക്കി. അങ്ങനെ നബിതങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, നിങ്ങൾ ഈ വ്യഭിചരിച്ച ഒരു സ്ത്രീക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയാണ്? അപ്പൊ നബിതങ്ങൾ പറഞ്ഞേ, അതൊരു സ്ത്രീയാണ്, വ്യഭിചരിച്ച സ്ത്രീയാണ്. ആ സ്ത്രീ ചെയ്ത തൗബയുടെ വലിപ്പം മദീനയിൽ 70 പേർ വലിയ ദോഷം ചെയ്തിട്ട് തൗബ ചെയ്യേണ്ട അളവോളമുണ്ട്. അവർക്ക് വീതിച്ചു കൊടുത്താലും ആ തൗബ എന്താവും? അത്രക്കും ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ മറവ് ചെയ്യാണ് ആ സ്ത്രീയെ. അപ്പൊ രക്തം തെറിച്ചു. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു മോശം പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ അത് തിരുത്തി. അപ്പൊ നോക്ക് നിങ്ങൾ, അപ്പൊ തെറ്റ് സംഭവിച്ച് അത് അംഗീകരിച്ച് ഇസ്ലാമിക നിയമങ്ങൾക്ക് വഴിപ്പെട്ട്
അത്രയും നല്ല ഒരു മോഡൽ ആളുകളായി അവരെ മാറ്റി. ഇതൊക്കെ തഖ്വയുടെ ബലം കൊണ്ടാണ്. അതുപോലെ നല്ല തെറ്റ് നമുക്ക് സംഭവിക്കും. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ആ നല്ല കാര്യങ്ങളെ കൊണ്ട് ആ ദോഷങ്ങളൊക്കെ മായ്ക്കപ്പെടും. വുളൂ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ രൂപത്തിൽ വുളൂ ചെയ്തു കഴിഞ്ഞാൽ മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിലുള്ള അവയവങ്ങളെ കൊണ്ട് സംഭവിച്ച തെറ്റുകളൊക്കെ ഓരോ തുള്ളി മുഖത്തുനിന്ന് വെള്ളം ഒറ്റുമ്പോഴും ഒറ്റി ഒറ്റി ആ ദോഷങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്തത്. അതുകൊണ്ട് നല്ല മികച്ച രൂപത്തിൽ വുളൂ ചെയ്യണം എന്ന് പഠിപ്പിക്കുക. അപ്പം ഇങ്ങനെ ചെറിയ ദോഷങ്ങളൊക്കെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ദോഷങ്ങളല്ല കേട്ടോ. വലിയ ദോഷങ്ങൾക്ക് നമ്മൾ തൗബ ചെയ്യണം. അല്ലോ, ഒരു ഹദീസ് നോക്ക് നിങ്ങൾ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഫർള് നിസ്കാരത്തിന് വേണ്ടി വന്നു. അടിപൊളിയായിട്ട് വുളു എടുത്തു, സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട്. എന്നിട്ട് നല്ല ഭക്തിയോടുകൂടെ നിസ്കരിച്ചു. എന്നാൽ അവൻ മുമ്പ് ചെയ്ത മുഴുവൻ ചെറുദോഷങ്ങളും ആ പ്രവർത്തനം കൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് വലിയ ദോഷങ്ങളും നല്ല കാര്യങ്ങളെ കൊണ്ട് പോകും. പക്ഷെ അത് പ്രബലമായ ഒരു അഭിപ്രായമല്ല. വലിയ ദോഷങ്ങൾ നമ്മൾ തൗബ ചെയ്യണം. അല്ലാഹ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്ക, മീസാനിൽ സൽസ്വഭാവം മീസാനിൽ ഭാരമാക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാരമാക്കുന്ന മീസാനിലെ ഒരു പ്രവർത്തനം സൽസ്വഭാവമാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. നല്ല സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ കാലങ്ങളോളം നോമ്പെടുക്കുകയും രാത്രികൾ മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരാളോട് തുല്യമാണ്. നല്ല സ്വഭാവമുള്ള ആള്. നല്ല സ്വഭാവം ഉണ്ടായാൽ മതി. ഒരുപാട് കാലങ്ങളോളം നോമ്പെടുത്ത പ്രതിഫലമാണ്. ഏറ്റവും പൂർണ്ണനായ വിശ്വാസി ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്തായിരിക്കും അവൻ, എൻ്റെ കൂടെ ആയിരിക്കും. പറയൂ നബിയെ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്. അപ്പം നമ്മൾ നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇതിൽ സംശയം ഉണ്ടോ? ചെറിയ ഹദീസുകളല്ലേ, പഠിച്ചൂടെ? കാണാതെ പഠിച്ചൂടെ അല്ലേ റാഷിദേ? അത് ശ്രദ്ധിക്കുക. ഒന്ന്, നബി തങ്ങളോട് ഉപദേശം ചോദിച്ചു, അപ്പോൾ പറഞ്ഞു നീ ദേഷ്യപ്പെടരുത്. രണ്ടാമത്തെ ഹദീസ്, നിങ്ങൾ എല്ലാ വസ്തുക്കളോടും നിങ്ങൾ ഗുണം ചെയ്യണം. നിങ്ങൾ കൊലപാതകം ചെയ്യുകയാണെങ്കിൽ, കൊലപാതകം എന്ന് പറഞ്ഞാൽ
ഈ പ്രതികാരമായി ഇസ്ലാമിക കോടതി അനുവദിക്കുന്ന കൊല, ആ കൊലപാതകം ചെയ്യുമ്പോഴും നിങ്ങൾ ആ കൊല ചെയ്യുന്ന രീതി മികച്ച രൂപത്തിലാക്കണം. അറുക്കുകയാണെങ്കിൽ അറുക്കുന്നത് മികച്ച രൂപത്തിലാക്കണം. അതിൻ്റെ മുമ്പിൽ വെച്ച് പ്രയാസപ്പെടുത്തൽ ചെയ്യരുത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ മൂന്നാമത് പറഞ്ഞ ഏതീസ് നല്ല സ്വഭാവം അല്ലേ. തഖ്വ എവിടെയാണെങ്കിലും നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം. ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ നന്മ പ്രവർത്തിക്കുക. ആ നന്മ ആ ദോഷത്തെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുക. ഇൻഷാ അല്ലാഹ്.